നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിക്ടർ റോക്കിനെ കൈവിടാൻ തന്നെ ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്. അദ്ദേഹത്തിനായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ രംഗത്തുണ്ട്. അതിൽ എവേർട്ടൺ ഓൾറെഡി താരത്തിനായിട്ട് ഒരു ഓഫർ മുന്നോട്ടേക്ക് വെച്ചു. പക്ഷേ ബാഴ്സലോണ അത് പോരാ, ആ സംഖ്യ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത് സ്കൈ സ്പോർട്സ് ആണ്. അവരുടെ റിപ്പോർട്ടറായിട്ടുള്ള ഫ്ലോറിയൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫസ്റ്റ് ഓഫർ എവേർട്ടൺ കൊടുത്തിരുന്നത് 25 മില്യൺ യൂറോ പ്ലസ് 3 മില്യൺ ആഡ് ഓൺസ് ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി ബാഴ്സലോണ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് 30 to 35 മില്യൺ യൂറോസ് ആണ്. അപ്പം ഈ തുക പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. എവേർട്ടന് എന്തായാലും ഡെക്കോയുമായിട്ട് ചർച്ചകൾ തുടരുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും വിക്ടർ റോക്കിന് ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ സ്കൈ സ്പോർട്സിൻ്റെ റിപ്പോർട്ടർ പറയുന്നത്. മാത്രമല്ല 19-കാരനായിട്ടുള്ള വിക്ടർ റോക്കിന് 2031 വരെയാണ് ബാഴ്സലോണയുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത്. സോ ബാഴ്സ ലഭിക്കാവുന്ന മികച്ചൊരു തുകക്ക് അദ്ദേഹത്തെ കൈമാറാൻ തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റൊരു ക്ലബ്ബ് കൂടി ഈ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്ന വാർത്തകൾ കൂടി മറ്റു മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ബേൺമൗത്ത് ആണ്. സോ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് സ്പോട്ടാണ്. വിക്ടർ റോക്സ് ഡിപ്പാർച്ചർ ഈസ് നിയറിംഗ്. ബോത്ത് എവേർട്ടൺ ആൻഡ് ബേൺമൗത്ത് ആർ സ്പീഡിംഗ് അപ്പ് നെഗോസിയേഷൻ ടു സൈൻ ഹിം എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ചുരുക്കത്തിൽ വിക്ടർ റോക്ക് ബാഴ്സ വിടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത് എവേർട്ടണിലേക്കാവുമോ, അതല്ല ബേൺമൗത്തിലേക്കാവുമോ, ഇനിയും അതല്ല മറ്റേതെങ്കിലും ക്ലബിലേക്കാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു പക്ഷേ അടുത്ത സീസണിൽ നമുക്ക് വിക്ടർ റോക്കിനെ കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.